2024 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരം മഹേന്ദ്ര സിംഗ് ധോണി കളിക്കുന്നത് പരിക്ക് വെച്ചുകൊണ്ടാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ധോണിയുടെ കാലിലെ മസിലിന് പരിക്കേറ്റെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ബാറ്റിംഗ് ഓർഡറിൽ ഏറ്റവും താഴെ ഇറങ്ങുന്നത് എന്നുമാണ് റിപ്പോർട്ട്. ഈ സീസണിൽ തുടക്ക സമയത്താണ് ധോണിക്ക് പരിക്കേൽക്കുന്നതെന്നും എന്നാൽ ടീമിന്റെ മറ്റൊരു വിക്കറ്റ് കീപ്പറായ ഡെവോൺ കോൺവേയും പരിക്കേറ്റ് പുറത്തായതിനാൽ വിശ്രമം എടുക്കാതെ കളിക്കാൻ ധോണി തീരുമാനിക്കുകയായിരുന്നു എന്നുമാണ് സൂചന. ധോണി ഈ സീസണിൽ ബാറ്റിംഗ് ഓർഡറിൽ താഴെ ഇറങ്ങുന്നത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ഞായറാഴ്ച പഞ്ചാബ് കിങ്സിനെതിരായ കളിയിൽ അദ്ദേഹം 9ാം നമ്പറിലാണ് ഇറങ്ങിയത്. ഇതോടെ മുൻ താരങ്ങളായ ഇർഫാൻ പത്താനും ഹർഭജൻ സിംഗും അടക്കമുള്ളവർ ധോണിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ധോണി ബാറ്റിംഗ് ഓർഡറിൽ വൈകി ഇറങ്ങുന്നത് കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് ഗുണമൊന്നുമില്ലെന്ന് ഇർഫാൻ പത്താൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ ധോണിക്ക് പകരം മറ്റൊരു താരത്തെ ചെന്നൈ കളിപ്പിക്കണമെന്നായിരുന്നു ഹർഭജൻ പറഞ്ഞത്. അതിനിടെയാണ് പരിക്കാണ് ധോണിയുടെ ബാറ്റിംഗ് ഓർഡറിൽ വന്ന മാറ്റത്തിന് കാരണമെന്ന് വ്യക്തമായിരിക്കുന്നത്. കാലിന് പരിക്കുള്ള ധോണിക്ക് കൂടുതൽ ദൂരം ഓടാൻ സാധിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പരിക്കിൽ നിന്ന് മുക്തനാകാൻ ഡോക്ടർമാർ അദ്ദേഹത്തിന് വിശ്രമം നിർദ്ദേശിച്ചെന്നും എന്നാൽ മരുന്നുകളുടെ സഹായത്തിൽ മത്സരങ്ങൾക്ക് ലഭ്യമാകാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നുവെന്നുമാണ് വിവരം. ഫോമിലാണെങ്കിലും ബാറ്റിംഗ് ഓർഡറിൽ ധോണിയുടെ സ്ഥാനം താഴെയാവുന്നതിനെ കുറിച്ച് ആരാധകർ നിരന്തരം സംശയം പ്രകടിപ്പിച്ചിരുന്നു. കുറഞ്ഞ സമയം മാത്രമാണ് ബാറ്റിംഗിന് അദ്ദേഹത്തിന് ഇതുവരെ അവസരം നൽകിയിട്ടുള്ളത്. ധോണിയെ നേരത്തെ ഇറക്കിയാൽ നല്ലൊരു ബാറ്റിംഗ് വിരുന്ന് ലഭിക്കുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. ചെന്നൈക്ക് മികച്ച ടീം ഇന്നിംഗ്സ് കാഴ്ചവെക്കാനും ഇത് സഹായകമാകുമെന്ന് ആരാധകർ കരുതിയിരുന്നു. എന്നാൽ ധോണിയെ അവസാന ഓവറുകൾക്ക് വേണ്ടി കരുതി വെക്കുകയാണ് CSKയുടെ ഗെയിം പ്ലാൻ എന്നാണ് ടീം വെളിപ്പെടുത്തിയിരുന്നത്. ഇതിനൊരു വിശദീകരണവുമായി CSK ഹെഡ് കോച്ചായ സ്റ്റീഫൻ ഫ്ലെമിംഗ് എത്തുകയും ചെയ്തിരുന്നു. ധോണിയുടെ കാൽമുട്ടിന് നേരത്തെ ഉണ്ടായിരുന്ന പരിക്ക് ഗുരുതരമാവുമോ എന്ന പേടിയാണ് ബാറ്റിംഗ് ഓർഡറിൽ താഴെ നിർത്താൻ കാരണമെന്നാണ് കോച്ച് പറഞ്ഞത്. പരിക്കിൽ നിന്ന് പൂർണ്ണമായും മോചിതനല്ലാത്തതുകൊണ്ടാണ് കരുതലോടെയുള്ള ടീം മാനേജ്മെന്റിന്റെ സമീപനമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. മികച്ച ഫോമിൽ തന്നെയാണ് ധോണിയെന്നും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഏവർക്കും പ്രചോദനമാണെന്നും കോച്ച് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഈ വർഷം ധോണിയുടെ ബാറ്റിംഗ് മികച്ചതായിരുന്നു. പരിശീലനത്തിനിടെ പോലും ഈ മികവ് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നില്ലെന്നും കോച്ച് വിശദീകരിക്കുകയുണ്ടായി. മുൻ വർഷങ്ങളിലും കാൽമുട്ടിലെ പരിക്ക് ധോണിക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പന്തുകൾ നേരിടുന്നതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്നും കോച്ച് വ്യക്തമാക്കുകയായിരുന്നു. ധോണി നേരത്തെ ക്രീസിലെത്തുന്നത് കാണാൻ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും 2-3 ഓവറുകൾക്ക് വേണ്ടി കരുതി വെക്കാനാണ് CSK താല്പര്യപ്പെടുന്നത്. ടൂർണമെന്റിലുടനീളം ധോണിയുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും CSKയുടെ ഹൃദയ താളമാണ് ധോണിയെന്നും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും ടീം അംഗങ്ങൾ ആസ്വദിക്കുന്നുവെന്നും എല്ലാ വേദികളിലും ആരാധകർ ധോണിക്കായി കാത്തിരിക്കുന്നുണ്ടെന്നും ഫ്ലെമിംഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം പരിക്ക് വെച്ചുകൊണ്ട് കളിക്കുന്ന ധോണി ഈ സീസണിൽ 9 കളികളിൽ നിന്ന് 224.48 ബാറ്റിംഗ് ശരാശരിയിൽ 110 റൺസ് നേടിയിട്ടുണ്ട്. പല കളികളിലും ആരാധകരെ ത്രസിപ്പിക്കുന്ന ചെറിയ വെടിക്കെട്ടുകൾ നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം IPLൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന റെക്കോർഡും അടുത്തിടെ ധോണിയുടെ പേരിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ക്രിസ് ഗെയിലിന്റെ പേരിലായിരുന്നു ഇത്രനാളും ഈ റെക്കോർഡ്. ധോണിയുടെ കരിയറിലെ അവസാന സീസണാകും 2024 എന്നാണ് കരുതപ്പെടുന്നത്. ധോണി വിരമിക്കൽ പിൻവലിച്ച് ഈ വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് വരണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്.